ഉത്തർപ്രദേശ് സംഭൽ കലാപത്തിൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടികൾ ആരംഭിച്ചു. കലാപത്തിന്റെ സൂത്രധാരൻ ഷാരിഖ് സാഥയുടെ വീട് കോടതി ഉത്തരവനുസരിച്ച് പോലീസ് കണ്ടുകെട്ടി. നാശനഷ്ടം പ്രതികളിൽ നിന്ന് ഈടാക്കുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ഉത്തർപ്രദേശിലെ സംഭൽ കലാപം ഭാരതത്തെ ആകെ ഞെട്ടിച്ചൊരു കലാപമായിരുന്നു. ഇതിൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉള്ള നിർണായക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കലാപത്തിന്റെ സൂത്രധാരൻ ഷാരിഖ് സാത്തയുടെ വീടടക്കം കോടതി ഉത്തരവനുസരിച്ച് പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കോടതി ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ? ഒപ്പം ഈ നാശനഷ്ടം പ്രതികളിൽ നിന്ന് എങ്ങനെയാകും ഈടാക്കുക? വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത്. ഉത്തർപ്രദേശ് സംഭൽ കലാപത്തിൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നിർണായക നടപടികൾ ഇതാ ആരംഭിച്ചിരിക്കുന്നു. കലാപത്തിന്റെ സൂത്രധാരൻ ഹാരിഖ് സാദയുടെ വീട് കോടതിയുടെ ഉത്തരവനുസരിച്ച് പോലീസ് കണ്ടുകെട്ടിയിരിക്കുന്നു. നാശനഷ്ടം പ്രതികളിൽ നിന്ന് ഈടാക്കുമെന്ന് ഉത്തർപ്രദേശ് സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനങ്ങൾ. എന്തായാലും ഈ സംഭൽ കലാപം ഭാരതത്തെ ആകെ ഞെട്ടിച്ചൊരു കലാപമായിരുന്നു. ഇതിലെ സൂത്രധാരന്മാർക്കൊന്നും ഇനി രക്ഷയില്ല. അങ്ങനെ നിർണായക നടപടികൾ സ്വീകരിക്കുകയാണ് കോടതി. ഒപ്പം സർക്കാരും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഈ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷാരിഖ് സാദയുടെ വീടടക്കം ഈ കോടതിയുടെ ഉത്തരവനുസരിച്ച് പോലീസ് കണ്ടുകെട്ടിക്കഴിഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് കോടതി ഉത്തരവനുസരിച്ച് എങ്ങനെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത്? അശ്വതി, 2024 നവംബറിൽ സംഭലിൽ നടന്നിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതികളിൽ നിന്നും തന്നെ നാശനഷ്ടം ഈടാക്കുമെന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയിരുന്നു. അതിൻ്റെ നിയമ നടപടികളുടെ ഭാഗമായി ഇപ്പോൾ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടി ആരംഭിച്ചിരിക്കുകയാണ്. കോടതിയുടെ ഉത്തരവനുസരിച്ച് ഈ കലാപത്തിൻ്റെ സൂത്രധാരൻ എന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഷാരിഖ് സാദയുടെ വീടാണ് ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും എത്തിക്കൊണ്ട് സീൽ ചെയ്തിട്ടുള്ളത്. കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടിയെന്നും പ്രതികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും, സ്വത്ത് കണ്ടുകെട്ടും എന്നുള്ളത് ഈ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സംഭലിലെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് അടുത്തിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കൈമാറിയിരുന്നു. അതിൽ തന്നെ വ്യക്തമാക്കിയത് സംഭൽ മേഖല തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കേന്ദ്രമാണെന്നും ഇതിനു മുൻപ് 15 കലാപങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതും ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കലാപവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാശനഷ്ടങ്ങൾ പ്രതികളുടെ സ്വത്ത് കണ്ടെത്തിക്കൊണ്ട് വീണ്ടെടുക്കുന്നത്. 2024 നവംബറിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം സംഭൽ മസ്ജിദിൽ സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമിക്കുകയും അത് വലിയ കലാപത്തിലേക്കും വെടിവെപ്പിലേക്കും പോവുകയും 5 പേർ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭൽ മസ്ജിദ് ഹരിഹർ ക്ഷേത്രം തകർത്താണ് അവിടെ മസ്ജിദ് നിർമ്മിച്ചത് എന്ന അവകാശവാദം ഹിന്ദു സമൂഹം കോടതിക്ക് മുൻപിലേക്ക് ഉന്നയിച്ചിരുന്നു. അതിൻ്റെ നിയമ നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു മസ്ജിദിൽ സർവേ നടത്താൻ കോടതി ഉത്തരവിട്ടത്. ആ സർവേ തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപം നടത്തിയത്. അശ്വതി. ജിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. ഉത്തർപ്രദേശ് സംഭൽ കലാപത്തിൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജിഷ്ണു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.